السلام عليكم ورحمة الله. بسم الله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا. اللهم زدنا علما. فاتقوا الله عباد الله. സൂറത്തു സ്വാഫാത്തിന്റെ 123 ആയത്ത് മുതലാണ് ഇൻഷാഅല്ലാഹ് എടുക്കുന്നത്. 165 പേജ് ലാസ്റ്റ് ഭാഗം ശ്രദ്ധിക്കും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن إلياس لمن المرسلين إذ قال لقومه ألا تتقون أتدعون بعلا وتذرون أحسن الخالقين الله ربكم ورب آبائكم الأولين فكذبوه فإنهم لمحضرون إلا عباد الله المخلصين وتركنا عليه في الآخرين سلام على الياسين إنا كذلك نجزي المحسنين إنه من عبادنا المؤمنين. ഇനി എടുക്കൂട്ടോ ഇൻഷാല്ലാഹ്. ഒത്തു നിർത്തിയിട്ട് അവിടെ എത്തുമ്പോൾ എന്താണ് സ്റ്റോപ്പാക്കാന്ന് വിചാരിക്കരുത്. നമ്മൾ മനസ്സുകൊണ്ടൊരു സ്റ്റോപ്പാക്കരുത്. അത് താൽക്കാലികമായിട്ട് നിർത്തിയതാണ്. ആദ്യം വിസ്മരിക്കും. സ്റ്റാർട്ടിംഗ്. وإن إلياس لمن المرسلين إذ قال لقومه ألا تتقون. لقومه കഴിഞ്ഞിട്ട് ചെറുതെന്തോ കാണില്ല ഇവിടെ. അതിനോടൊരു മദ്ദം കാണില്ലേ? നീട്ടാൻ മദ്ദില്ലെങ്കിൽ നമ്മൾ പഠിച്ച് 2 അക്ഷരം നീട്ടിയാൽ മതി. ആ മദ്ദം കൂടെ ഉണ്ടെങ്കിൽ 2 അല്ലെങ്കിൽ 4 എന്ത് ചെയ്യണം? നീട്ടണം. ഓക്കെ, അടുത്തത്. أتدعون بعلا وتذرون أحسن الخالقين. ഈ ആയത്തിൽ അത്തദ്ഉന അയിന് ശ്രദ്ധിക്കാനുണ്ട് അല്ലേ? ബഅലൻ വ എന്ന് ഓതരുത്. ഇങ്ങനെ ഓതരുത്. ബഅലൻ വ മണിച്ച് ലേറ്റായി മണിച്ച് ചേർത്ത് ഓതണം. പിന്നെ വതദറൂന അഹ്സന എന്നാട്ടോ എന്ന് പറയും. ബാക്കി ഖാലിഖല്ലോ ശരിക്കും പറയും. ഒന്ന് ചോദ്യം. أتدعون بعلا وتذرون أحسن الخالقين. الله ربكم ورب آبائكم الأولين. എന്നിട്ടാനുണ്ട് അല്ലേ? കാരണം 4 5 നിർബന്ധമായി നിട്ടണം. ആബായിക്കും നൂതിയാ പോരാ. നിങ്ങൾ ഫുള്ള് ഇച്ചിരിയെങ്കിലും മനസ്സിലാക്കുക. അവിടെ ആബാ മദ് കാണുന്നുള്ളൂ. നിങ്ങൾ അത് കഴിഞ്ഞ ഉടനെയുള്ള അക്ഷരം ഇതാണ് ഇ. മദ് കഴിഞ്ഞ ഉടനെ അ ഇ ഉ. എക്സ്ട്രാ നീട്ടുന്നതാണ് ഈ മദ്. ഹംസല്ലാത്ത നീട്ടുന്നത് വേറെ ഉണ്ട്. നിർബന്ധമായിട്ട് പിന്നെ സുക്കൂനൊക്കെ വരുന്ന നീട്ടാനുണ്ട്. ഇത് മദ്ദിന്റെ ഒരു ഭാഗത്താണ്. ഈ പിന്നെ മദ്ദക്ഷരവും തൊട്ട് ബാക്കിൽ ഹംസ് വരുമ്പോഴുള്ള നിയമങ്ങളിൽ പെട്ടതാണിത്. ഒറ്റ വേർഡിൽ തന്നെ മദ്ദക്ഷരം വന്നു, തൊട്ടപ്പുറം അതേ വേർഡിൽ തന്നെ സ്പേസ് ഒന്നും ഇല്ലാതെയാണ് ആ ഇ ഉ എന്നുള്ള ലെറ്റർ വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? 4 5 നിർബന്ധമായിട്ട് നീട്ടണം. ഇനി ആബാ കഴിഞ്ഞിട്ടൊരു സ്പേസ് ഉണ്ട്. എന്നിട്ടാണ് ഇക്കും എന്നൊക്കെ വരുന്ന 2 വേർഡാണെങ്കിൽ 2 അല്ലെങ്കിൽ 4 ഏതുപോലെ. ഇപ്പൊ യാ അയ്യുഹ എന്നൊക്കെ വരൂലേ? യാ വേറെയാണ്, സ്പേസ് ഇട്ടിട്ടാണ് അയ്യുഹ ചെയ്തത്. പക്ഷെ മദ് കഴിഞ്ഞ ഉടനെ ഹംസ് വന്നിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ എടുക്കുന്നുണ്ട് 2 വേർഡ് അല്ലേ? അപ്പൊ ഒന്നുകിൽ നമുക്ക് യാ അയ്യുഹ എന്നോതാം, അല്ലെങ്കിൽ യാ അയ്യുഹ ഓപ്ഷൻ. ഇവിടെ ഓപ്ഷൻ ഇല്ല. നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? നീട്ടണം. ഇപ്പൊ ഇതാ ജാ നസ്റുല്ലാഹ് എന്നുള്ള സൂറത്തില്ലേ?
ജാ എന്നൊന്ന് ചാ ജാ അവിടെ നീട്ടാനുണ്ട്, ഹംസുണ്ട്. ഇങ്ങനെ ഓതേണ്ടത് ഇലാ ജാ ഓതിരിക്കണം. നിങ്ങൾ ഉലായിക്ക എന്ന് ഖുർആനിൽ കാണൂലേ, ഉലായിക്ക. ഇതൊക്കെയാ ഓതേണ്ടത്. പക്ഷെ നമ്മൾ ഒറ്റ ശാസ്ത്രം 5 ആയത്തൊക്കെ ഓതില്ല. ഉലായിക്കല്ല, എന്ത് ഉലായിക്ക, അടിച്ചുവിടലന്നല്ലേ അല്ലേ. ആദ്യം സ്റ്റോപ്പ് ഞാൻ പറഞ്ഞ കഴിഞ്ഞ ക്ലാസ് പഠിപ്പിക്കുമ്പോൾ നിർബന്ധമായിട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു മീം കണ്ടപ്പോൾ ആരോ ചോദിച്ചു, ഇങ്ങനെ ഒരു മീം ഞാൻ ആദ്യമായിട്ടാണ് യാസീനകത്ത് യാസീൻ തുടങ്ങിയാൽ പിന്നെ നിന്നാലല്ലേ മെച്ച പറയലൊക്കെ ഓരോരുത്തർ ഓതാൻ പാടില്ല. ഓതിയാൽ തന്നെ യാസീൻ തുടങ്ങിയാൽ പിന്നെ കഴിഞ്ഞാലാണ് സ്റ്റോപ്പ്. അതിനിടക്ക് നിർബന്ധമായിട്ടുള്ള സ്റ്റോപ്പ് ഉണ്ട്. ചെറുതായിട്ട് പഠിക്കും. ഇപ്പൊ ഇത് പഠിക്കാം. എങ്ങനെ ഒന്നും കൂടെ അത് അല്ലാഹ റബ്ബകും വറബ്ബ ആബാഇകുമുൽ അവ്വലീൻ ഫകذبൂഹു ഫഇന്നഹും ലമുഹ്ദറൂൻ ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ وتركنا عليه في الآخرين سلام على الياسين. ഇവിടെ സലാമുൻ അവിടെ നിങ്ങൾ സലാമു ആണെന്ന് ഓതരുത്. ഇദ്ഹാർ നിയമത്തിന്റെ പേര്. ഇവിടെ സലാമുൻ എന്ന് എഴുതിയ ലമ്മിന് നോക്കിയത് നിങ്ങൾ മുൻ എന്ന് എഴുതി നമ്മൾ മദ്രസ പഠിച്ച പോലെയാണോ? അല്ലല്ലോ. ഒന്ന് താഴോട്ട് ഒന്ന് ഓപ്പോസിറ്റ് ഉൾട്ടയായിട്ടാ വന്നതല്ലേ. അങ്ങനെ കണ്ടാൽ അങ്ങനെ നിങ്ങൾ പല സ്ഥലത്തും നിങ്ങൾ ദമ്മ് കാണും. സാധാരണ ദമ്മ് 2 ചെറിയ റാന്റെ കഷ്ണങ്ങൾ സാധാരണ ഇട്. അങ്ങനെ അല്ലാതെ ഉൾട്ടയായിട്ട് ഖുർആനിൽ കണ്ടാൽ അവിടെ ഇതേപോലെ സലാമുൻ അല്ലെങ്കിൽ അവിടെ ഉൻ അല്ലെങ്കിൽ തിൻ അല്ലെങ്കിൽ ബിൻ ബുൻ അല്ലെങ്കിൽ ജുൻ എന്താണോ അവിടെ ദമ്മ് വരുന്നത് ആ അക്ഷരത്തെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, വെളിവാക്കി പറയണം. മണിക്കാനോ നീട്ടാനോ നിൽക്കരുത്. നിയമങ്ങൾ പറയാൻ ടൈമില്ലാത്തതുകൊണ്ടാണ്. ചൊവ്വാഴ്ച രാത്രി 8:45 ഇൻഷാല്ലാ ഭക്ഷണത്തോടു കൂടി തജ്വീദ് ക്ലാസ് ഉണ്ടായി വന്നാൽ ബാക്കി ഡീറ്റെയിൽസ് കിട്ടും ഇൻഷാല്ലാ. ഇവിടെ സലാമുൻ അല. പിന്നെ അല നമ്മളിപ്പോ പറഞ്ഞ പോലെ അല മദ്ദക്ഷരം കണ്ടോ നിങ്ങൾ? അലന്റെ മുകളിൽ ചെറിയൊരു മത്തിന്റെ അക്ഷരം കണ്ടോ? ഇല്യാസീനും കണ്ടു. അത് ഹംസാണ് ശരിക്കും, പക്ഷെ സ്പേസ് ഇട്ട് വന്നല്ലോ. അതുകൊണ്ട് നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ അല ഇല്യാസീൻ അല്ലെങ്കിൽ സലാമുൻ അല ഇല്യാസീൻ. 2 അക്ഷരം നീട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓതാം. അടുത്ത ആയത് ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ ഇന്നഹു മിൻ ഇബാദിനൽ മുഅ്മിനീൻ. കഥകൾ ചരിത്രം പറഞ്ഞു പോകും. നമുക്ക് അടുത്ത ലൂത്ത് നബിയുടെ കഥയും കൂടി തന്നെ കേൾക്കണം ഇൻഷാ അല്ലാഹ്. നമുക്ക് ധാരണ ഉണ്ടായിരിക്കണം ഇത്രയും കഥകൾ ചരിത്രങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ മക്കൾക്കും പിന്നെ പറഞ്ഞു കൊടുക്കണം. പ്രവാചകന്മാരുടെ ചരിത്രങ്ങളൊക്കെ അങ്ങനത്തെ കുറച്ച് കഥകളുണ്ട്, ഇനി അങ്ങനത്തെ വീഡിയോസുകളുണ്ട്. പിന്നെ അമ്പിയാക്കളെ കുറിച്ചൊരു ധാരണയെങ്കിലും പണ്ട് നമ്മൾ മദ്രസയിൽ അടിയിട്ടിട്ടെങ്കിലും പഠിക്കുമായിരുന്നു. ഇപ്പൊ ഒന്നും പറ്റില്ല. ഇന്നത്തെ നാടിന്റെ ഒക്കെ സിറ്റുവേഷൻ കണ്ടില്ലേ, എന്താ അമ്പിയാക്കൾ എന്ന് വെച്ചാൽ ആർക്കും അറിയില്ല. പണ്ട് സാധാരണ പറയുന്നത് ഇതിനോട് ഇന്റർവ്യൂ ചോദിച്ചിരുന്നു മൂസാ നബീനെ കുറിച്ച് ആ പുള്ളിക്കാരെ ഒരു മലയില് അള്ളാഹിനോട് സംസാരിച്ചു പറഞ്ഞിട്ട് ആ രീതിയിൽ ഒരുത്തരുടെ അറിവുണ്ടാകുന്നത്. ഒരു ധാരണ നിങ്ങൾ മക്കളോട് ചോദിച്ചു നോക്ക്, ഇങ്ങനത്തെ ഒരു നബിയെ കുറിച്ച് അറിയും. ഇല്യാസ് എന്നുള്ള നബിയെ കുറിച്ച് ചില സദസ്സിൽ പോലും ചിലപ്പോൾ അതേ കേൾക്കുന്നുണ്ടോ. ചോദിച്ചു എന്താണ് ഇല്യാസ്? ഇല്യാസ് തീർച്ചയായും ഇല്യാസ് ലമിനൽ മുർസൽ. ഇനി നിങ്ങളും അർത്ഥം കേട്ടുപോകുന്നതിനപ്പുറത്തേക്ക് ചിലത് ഒരു 10 ആയത്ത് എടുക്കുമ്പോൾ 2 ആയത്തെങ്കിലും ആ ആയത്തിന്റെ ആശയം പഠിക്കും. ഇതേ വേർഡുകളാണ്. ഇന്നാന്ന് എനിക്ക് ഖുർആന്റെ അത് കണ്ടെന്ന് എനിക്ക് അർത്ഥം പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ ഇന്നാന്നും അന്നാന്നൊക്കെ കണ്ടാല് ഉറപ്പായിട്ടും തീർച്ചയായിട്ടും അല്ലെ. ഇന്ന ഇല്യാസ് തീർച്ചയാണ് ഇല്യാസ് ലമിനൽ മുർസലീൻ മുർസലുകളിൽപ്പെട്ടവൻ തന്നെയാണ്. എന്താ അദ്ദേഹത്തിന്റെ പ്രത്യേകത? ഇത് ഖാല അദ്ദേഹം പറഞ്ഞ സന്ദർഭം ഖൗമി തന്റെ ജനതയോട് അല തത്തഖൂൻ നിങ്ങൾ സൂക്ഷിക്കുന്നില്ല. ആ വേർഡ് എപ്പോഴും ഓർമ്മിച്ചേക്ക. ഇല്ലേ അലാത്ത കുരു നിങ്ങൾ തിന്നണില്ലേ? അലാത്ത തദ്ഹബൂൻ ഇലൽ മസ്ജിദ് നിങ്ങൾ പള്ളിയിലേക്ക് പോകണില്ലേ? അലാത്ത തദ്ഹബൂന ഇലൽ മക്തബ് നിങ്ങൾ ഓഫീസിലേക്ക് പോകണില്ലേ? എന്താ അറബിയിൽ ഉപയോഗിക്കുന്ന വേർഡ്? അല അലാ തത്തഖൂൻ നിങ്ങൾ സൂക്ഷിക്കണില്ലേ? നിങ്ങൾക്ക് ചെയ്തുകൂടെ? അതാ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കൊന്ന് അള്ളാഹിനെ സൂക്ഷിച്ചൂടെ? ആ സൂക്ഷിച്ചൂടെ എന്നുള്ളത് ഒരു നെഗറ്റീവ് രീതിയിൽ സെന്റൻസിലേക്ക് ആക്കി മാറ്റുക. സൂക്ഷിക്കുന്നില്ലേ എന്ന രീതിയിലേക്ക് ചോദിക്കാണ്. എന്താ ആയത്തിന്റെ അർത്ഥം പറയാൻ? ഓർക്കെ അദ്ദേഹം ജനതയോട് പറഞ്ഞു. എന്താ പറഞ്ഞത്?
നിങ്ങൾ സൂക്ഷിക്കണില്ലേ? ചോദ്യമാണ് അവിടെ. നിങ്ങൾ ദുആ ചെയ്യാണോ? മക്കള് ബാക്കിൽ കളിച്ചോ, സൗണ്ട് ഇല്ലാണ്ട് കളിച്ചോ, ഓടാതെ അവിടെ ഇരുന്നിട്ട് വരച്ചൊക്കെ കളിച്ചോട്ടെ, കുഴപ്പമില്ല, ഒരു പൊഴിപ്പിക്കരുതാരും പോയിട്ട്. നിങ്ങൾ ബഅലിനെ ആരാധിക്കാണോ? നിങ്ങൾ എന്നിട്ട് ഒഴിവാക്കണോ? അഹ്സനൽ ഖാലിഖീൻ, നിങ്ങളെ പിന്നെ ഏറ്റവും നന്നായി സൃഷ്ടിച്ച അള്ളാഹുവിനെ എന്ത് ചെയ്യാണ്? ഒഴിവാക്കുകയും ചെയ്യാണോ? ബഅല് എന്ന് പറഞ്ഞാൽ അവർ ആരാധിക്കുന്ന ഒരു ആരാധ്യ വസ്തു. ഒരുപാട് വിശദീകരണങ്ങളും തഫ്സീറിൽ കാണുന്നില്ല. ആ മേഖലയിൽ അവർ പിന്നെ ജോർദാൻ അങ്ങേ ഭാഗത്താണ് ഇതൊക്കെ. നിങ്ങൾ ഈ ബഅലിനെ ആരാധിക്കുന്നു, എന്നിട്ട് അതേപോലെ തന്നെ നിങ്ങൾ ഒഴിവാക്കുന്നു അഹ്സനൽ ഖാലിഖീൻ, ഏറ്റവും നന്നായി നിങ്ങളെ സൃഷ്ടിച്ചവനെ. അതുകൊണ്ടല്ലേ സാധാരണ ആൾദൈവങ്ങൾ ആരാധിക്കുന്നവര്, മൃഗങ്ങൾ ആരാധിക്കുന്നവര്, ചുമർ ചിത്രങ്ങൾ ആരാധിക്കുന്നവര്, അല്ലെ, അതേപോലെ മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാർ. അള്ളാഹ് ഇത് ചോദിക്കുക, നിങ്ങൾ ഇവരോടാണോ ദുആ ചെയ്യുന്നത്? ശരിക്കും നിങ്ങൾ ഒഴിവാക്കുന്നത് ആരെയാണ്? ഏറ്റവും നന്നായി നിങ്ങളെ സൃഷ്ടിച്ച സ്രഷ്ടാവിനെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഒഴിവാക്കുകയും ചെയ്യുന്നത്. ആരാണ് അല്ലാഹു തആല? അല്ലാഹ റബ്ബക്കും, നിങ്ങളുടെ റബ്ബായ അല്ലാഹു, വറബ്ബ ആബായിക്കും, നിങ്ങളുടെ പിതാക്കളുടെ റബ്ബായ അല്ലാഹു, അൽ അവ്വലിൻ, പൂർവികരായ. ഏത് സമയത്തും ഖുർആൻ ഒരു തത്വം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അള്ളാഹിനെ ഒഴിവാക്കാണോ, നിങ്ങൾ അള്ളാഹിനെ ആരാധിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ചുമ്മാ പറഞ്ഞു പോകൂല. ആരാണ് അള്ളാഹിനെ കൂടെ എന്ത് ചെയ്യും? പരിചയപ്പെടുത്തും. ആദ്യമായി ഖുർആനിൽ യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇഅ്ബുദു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർന്നിട്ടില്ല, പിന്നെന്താ പറയുന്നത്? ആ റബ്ബിന്റെ പ്രത്യേകത അല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചവനാണ് കേട്ടോ അല്ലാഹ്. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളെ മുമ്പുള്ളവരെ സൃഷ്ടിച്ചവനാണ് അല്ലാഹ് എന്ന് പറയലുണ്ട് എവിടെയും, അല്ലേ? ദുആന്റെ ആയത്തുകളൊക്കെ വഖാല റബ്ബുക്കും ഉദ്ഉനി, നിങ്ങളെ റബ്ബ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്നോട് മാത്രം ദുആ ചെയ്യണം. അല്ലാഹ്ക്ക് അത്ര പറഞ്ഞാൽ മതി ശരിക്കും, എന്നോട് മാത്രം ദുആ ചെയ്യണം. പക്ഷെ അല്ലാഹ് അവസാനിപ്പിച്ചില്ല, ഉടനെ പറഞ്ഞു അസ്തജിബ് ലക്കും, നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്തുതരും? ഉത്തരം തരും. സൂറത്തുൽ ബഖറ തന്നെ നബിയെ, പിന്നെ എന്നെ കുറിച്ച് എന്റെ അടിമ താങ്കളോട് ചോദിച്ചാൽ താങ്കൾ പറയണം ഇന്നി ഖരീബുൻ, ഞാൻ എവിടെയുണ്ട്? അടുത്തുണ്ട് എന്ന് പറയണം. അള്ളാഹ് അവസാനിപ്പിച്ചില്ല. എന്തിനാണ്? ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅ, എന്നോട് ദുആ ചെയ്യുന്നവരുടെ ദുആക്ക് ഉത്തരം കൊടുക്കാനാണ് അവിടെ ഉള്ളത്, ഞാൻ അടുത്തുള്ളത്. അപ്പൊ ഒരു കാര്യം പറയുമ്പോൾ അള്ളാഹിനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞതല്ല ഇസ്ലാമിന്റെ ശൈലിയും. എന്തുകൊണ്ട് ആരാധിക്കണം എന്നുകൂടെ, ആരാണ് അള്ളാഹ് എന്ന് പറയും. ബിദ്അത്ത് എന്തുകൊണ്ട് പാടില്ല, നമ്മൾ അത് പാടില്ല ഇത് പാടില്ല പറഞ്ഞിട്ട് കേട്ടാൽ മതി അല്ല. കുട്ടികൾ ചോദിക്കും എന്തുകൊണ്ട് ആട്ടും പാട്ടും ഡാൻസും പാടില്ല ചോദിക്കുമ്പോൾ ഉത്തരങ്ങൾ ഉണ്ടായിരിക്കണം, വെറുതെ അല്ല, അല്ലേ? അതേപോലെ തന്നെ ഓരോ വിഷയത്തിലും ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഉത്തരങ്ങൾ തേടേണ്ടതുണ്ട്. അത് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യതയുണ്ട്. നമ്മളത് അറിഞ്ഞേ പറ്റൂ. അതാണ് ഇസ്ലാമിന്റെ ശൈലി. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഈ തൊള്ളപടായി തർക്കങ്ങൾ ഉണ്ടല്ലോ ഈ വാട്സപ്പിലൊക്കെ, ചോദിക്കുന്നു എനിക്ക് പറഞ്ഞൂടാ, ഇവർക്ക് പറഞ്ഞൂടാ, ഓനായിരുന്നോ തട്ടു, ഇത് ഇങ്ങോട്ട് മൂലക്കും തട്ടും, അല്ലേ? എന്നാൽ ഇതിന്റെ ഉത്തരവൊന്ന് ഈ നമ്മൾ സാധാരണ തമാശക്ക് പറയും, അരമണിക്കൂറിന്റെ യൂട്യൂബിന്റെ വീഡിയോ ലിങ്കൊക്കെ കണ്ട് ഉസ്താദ് ഒന്ന് ശരിക്കും ഒന്ന് കേട്ടിട്ട് നല്ലൊരു റിപ്ലൈ തന്നാ പറയും. നമ്മൾ ഇത് അരമണിക്കൂർ കേൾക്കണം, എനിക്ക് റിപ്ലൈ കൊടുക്കണം, എന്നാൽ റിപ്ലൈ ഒന്ന് നേരെ അപ്പുറത്തേക്ക് കട്ടോ ചെയ്യുക, അല്ലേ? അതാണ് ഈ ഒന്ന് വായിക്കാനോ പഠിക്കാൻ. എന്നാൽ ഈ വിഷയം ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എവിടെ വരും? യൂട്യൂബിൽ വരും, പ്രസംഗങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ ഉണ്ടാവും. അതിനെന്തോ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെയാണ് ചോദ്യത്തിന് ഉത്തരം കാണുന്നത്, എന്താ എന്ന് ചോദിക്കാനല്ല, ആർക്കും അതിന് നേരെയില്ല. അത്തരം വിഷയത്തിൽ നമ്മൾ ഇസ്ലാം പ്രതിക്കൂട്ടിൽ തന്നെ ആകുകയും ചെയ്യും. നമ്മുടെ ഒരു സംസാരമായിരിക്കും ചിലപ്പോൾ ഇവർക്ക് യുക്തിവാദികളുടെ സംസാരങ്ങളൊക്കെ, ലിബറൽ അതിൽ പോകുന്ന പെൺകുട്ടികൾ, ഇവരൊക്കെ ഇതിലേക്ക് എത്തുന്നത് കാരണം എന്തോ കുടുംബത്തിൽ നിന്നോ നാട്ടിൽ നിന്നോ എന്തോ പ്രശ്നങ്ങളായിരിക്കും. ഒട്ടുമിക്ക ആൾക്കാരും സ്വത്തുമായി ബന്ധപ്പെട്ട വിഷയമായിരിക്കും, ത്വലാഖുമായി ബന്ധപ്പെട്ട വിഷയമായിരിക്കും. അങ്ങനത്തെ വേദനയാണ് ഇസ്ലാമിനെ പോലും വെറുക്കുന്ന രീതിയിലേക്ക് എന്ത് ചെയ്തത് ഇവരെത്തുന്നത്. അങ്ങനെ ആകരുത്. അള്ളാഹു പറയാണ്, നിങ്ങൾ എന്തുകൊണ്ട് ബഅലിലേക്ക് തിരിയുന്നു? നിങ്ങൾ ഏറ്റവും നന്നായി അള്ളാഹ് സൃഷ്ടിച്ചില്ലേ? അള്ളാഹു നിങ്ങളുടെ റബ്ബല്ലേ? നിങ്ങളെ റബ്ബല്ലേ അള്ളാഹ്? ഞങ്ങൾ അള്ളാഹിലേക്ക് വാങ്ങല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? നിങ്ങളെ റബ്ബ്. അൽ ബഖറയിലും ആദ്യം പറഞ്ഞ റബ്ബക്കും, നിങ്ങളെ നാഥനെ ആരാധിക്ക്. അറബികളുടെ അല്ല, റസൂലുള്ളാഹിന്റെ അല്ല, മുസ്ലിങ്ങളുടെ അല്ല, ജനങ്ങളെ നിങ്ങളെ റബ്ബ്.
അതാണ് അള്ളാഹ് എല്ലാവരും ഉപയോഗിക്കുന്നത്. നിങ്ങളെ ഖുർആൻ ഒന്ന് പഠിക്കുന്ന പറയണ്ടേ, ഈ ഞങ്ങളെ ഖുർആൻ വായിച്ചോന്ന് ചോദിക്കും. അല്ല, ഞങ്ങളെ ഖുർആനില്ലേ, നമുക്ക് മാത്രം എന്തില്ല, ഒരു ഖുർആനില്ല. നമ്മുടെ ശൈലി നന്നാക്കേണ്ട ആ ഭാഗം തന്നെയാണ് നമ്മുടെ ഖുർആൻ, നിങ്ങളുടേതും കൂടിയുള്ള ഈ ഖുർആൻ എന്ന രീതിയിലേക്ക് ഒരുത്തൻ ആകർഷിക്കുന്ന രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്, ചെയ്യേണ്ടത്. എല്ലാവരും അറിയട്ടെ അല്ലെ, ആ നിലയിലേക്ക്. നിങ്ങളെ മാത്രമല്ല കേട്ടോ, നിങ്ങളെ പിതാക്കന്മാരും ഏത് അൽ അവ്വലി, മുമ്പ് കഴിഞ്ഞു പോയ പിതാക്കന്മാരുടെ റബ്ബാണ്. പക്ഷെ എന്ത് പറഞ്ഞാലും കളവാക്കി, അവരെല്ലാരും കളവാക്കി. ഹു, അദ്ദേഹത്തെ, ആരെയായിരിക്കും? മൂസാ നബീനല്ലേ, ഇല്യാസിനെ എന്ത് ചെയ്തു? കളവാക്കി. ഫഇന്നഹും, തീർച്ചയായും അവർ, ലമുഹ്ദറൂന ഫിൽ അദാബി ശദീദ്, അവർ കഠിനമായ ശിക്ഷക്ക് അവരും വിധേയമായി. അതാ ഉദ്ദേശിക്കുന്നത്, അവരും കഠിനമായ ശിക്ഷക്ക് എന്ത് ചെയ്യും? ഹാദിറാകും. അവർ നിഷേധിച്ചു. നമ്മൾ ഓരോ നബിമാരെ കുറിച്ച്, ഇങ്ങനെ ഇബ്രാഹിം നബിയെ കുറിച്ചും പല നബിമാരെ കുറിച്ചും പറയുന്നില്ലേ, ഇല്യാസ് നബിയുടെ വിഭാഗവും കളവാക്കി അവസാനം എന്തിലേക്ക് അവർ എത്തി? അള്ളാന്റെ ശിക്ഷയിലേക്ക് എത്തി. ഈ അടുത്ത രണ്ടായത്ത് നിങ്ങൾ പറയണം, ഇല്ല ഇബാദല്ലാഹ്, ആരൊഴികെ? ചില അടിമകൾ ഒഴികെ, അള്ളാന്റെ അടിമകൾ ഒഴികെ. അൽ മുഖ്ലസീൻ, ഏത് ഈ ആയത്ത് കുറേ വട്ടം വന്നു. ഇഖ്ലാസുള്ള അടിമകൾ മാത്രമാണ് അള്ളാന്റെ അദാബിൽ നിന്ന് ഭൂമിയിൽ എന്ത് ചെയ്യുക? രക്ഷപ്പെടുക. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഇഖ്ലാസോട് കൂടി ചെയ്യണം. അത് നമ്മൾ പറഞ്ഞ് നമ്മൾ അത്രയും പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാലും ഈ ഖുർആൻ ക്ലാസ്സിൽ നമ്മൾ എത്തുന്നത് ഇഖ്ലാസോടെ അല്ലെങ്കിൽ കപടതയാണ്. ഞാനിവിടെ വന്ന് ഇരിക്കുന്നത് എനിക്ക് ആത്മാർത്ഥത ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഇരിക്കുന്നത് എന്തിനായിരിക്കും? ഒരു കപടതയ്ക്ക് വേണ്ടി മാത്രം, എന്തോ ഒരു താല്പര്യത്തിന് വേണ്ടിയിട്ട്. നമ്മൾ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകുന്നത് ആരോ ഒരുത്തൻ നമ്മളെ വിളിച്ചിട്ട് ആത്മാർത്ഥമായിട്ടല്ല എങ്കിൽ അതിൽ എവിടെ ഇഖ്ലാസ് നഷ്ടപ്പെടുന്ന അവിടെ കപടത, നിഫാഖാണ് എന്ത് ചെയ്യുക? കയറി വരിക. ഒന്നിനും ഉണ്ടാവില്ല. ഉമ്മാക്കും ഉപ്പാക്കും നമ്മൾ സേവനം ചെയ്യും, നമ്മൾ ആത്മാർത്ഥതയല്ലേ, കൂലി കിട്ടുന്നുണ്ട്. കാരണം ജ്യേഷ്ഠനോട് ദേഷ്യം, അഞ്ചിനോട് ദേഷ്യം, നമ്മൾ പറഞ്ഞ് വേണ്ടില്ലായിരുന്നു എന്നായിപ്പോ. നമ്മളെ മുഖം കണ്ടാൽ 15 ദിവസമായിരുന്നു ഉമ്മ 2 ദിവസത്തേക്ക് മേടിക്കും. കണക്ക് പറയും. നമ്മൾ ആർക്ക് കൊടുത്തതിന്റെ കണക്കാ പറയുന്നത്? ഉമ്മാക്ക് കൊടുത്തതിന്റെ കണക്ക്. നമ്മൾ നാട്ടിലത്തെ ആൾക്കാർ പറയാം, ഉമ്മാക്ക്. ഭാര്യ കുശുകുശുവാക്കും അല്ലേ, നിങ്ങൾ മാത്രമാണോ, അനിയനില്ലേ, ഏട്ടനില്ലേ, നിങ്ങൾ മാത്രം. ആരാ? സ്വന്തം ഉമ്മാന്റെ വിഷയത്തിൽ. അതേപോലെ തന്നെ ഇബാദത്തിന്റെ കാര്യങ്ങളിൽ ഇതേപോലെ ഭാര്യയെ തടസ്സം ചെയ്യുന്ന അല്ലെ, പിന്നെ നേരെ തിരിച്ചുണ്ടാവും. ഉമ്മാനാക്കും. നീ മാത്രമാണോ ഹോസ്പിറ്റലിൽ പോയി നിന്ന് കൊടുക്കാനുള്ളത്? നിന്റെ അനിയത്തില്ലേ, അവരില്ലേ അല്ലെ? എന്തിന്റെ വിഷയത്തിലായി പീഡനം അനുഭവിക്കുന്നത്? സ്വന്തം ഉമ്മാനെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരോടും പറയുന്നു, ദാനങ്ങൾ കൊടുക്കുമ്പോഴാണ് പിന്നെ ഇതൊക്കെ ഉണ്ടാകുന്നത്. ദാനം കൊടുക്കുമ്പോൾ 10 റിയാല് ആത്മാർത്ഥമായിട്ട് കൊടുക്കുന്നു, 100 റിയാല് കപടതയിൽ കൊടുക്കുന്നു. അതായത് അള്ളാന്റെ അടുത്തിലേക്ക് എത്തിയിട്ടുണ്ടാക്കുക ആ 10 ആത്മാർത്ഥമായിട്ട് കൊടുത്തത്. അതുകൊണ്ട് ഇനി മൊത്തം ഉസ്താദ് പറഞ്ഞ് 10 കൊടുക്കാനല്ലട്ട് പറഞ്ഞത്. ആത്മാർത്ഥമായിട്ട് എന്ത് കൊടുക്കണം? നല്ല കൊടുക്കണം. അതാണ് വേണ്ടത്. ഇഖ്ലാസ് വേണം. ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യും? കർമ്മങ്ങൾ ചെയ്യും, പക്ഷെ ഇഖ്ലാസ് ഉണ്ടാവില്ല. അള്ളാന്റെ അടുക്കൽ ഒരു കാര്യവും ഒന്ന് കൂട്ടുകാർക്ക് നമ്മൾ ഉപകാരം ചെയ്യുന്നുണ്ടാകും. അതുകൊണ്ട് ഖുർആന്റെ അകത്ത് നിങ്ങൾ ഇഖ്ലാസോടെ അള്ളാനെ ആരാധിക്കാനേ അള്ളാഹ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. ഇഖ്ലാസ് ഇല്ലാണ്ട് വേണ്ട. നിങ്ങളുടെ രൂപത്തിലേക്കും ശരീരത്തിലേക്കും അള്ളാഹ് നോക്കൂല. നിങ്ങളുടെ അമൽ, നിങ്ങളുടെ ഖൽബ്, ഇത് രണ്ടുമാണ് ആര് നോക്കുക? അള്ളാഹ് നോക്കുന്നത്. അള്ളാഹു മുഖ്ലിസീങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അങ്ങനെ ഇല്ല ഇബാദല്ലാഹിൽ മുഖ്ലസീൻ, ഇഖ്ലാസുള്ള അടിമകൾ ഒഴികെ ബാക്കി എല്ലാവരെയും ശിക്ഷയിലേക്ക് വിധേയമാക്കി. അങ്ങനെ വതറക്നാ അലൈഹി ഫിൽ ആഖിരീൻ, വതറക്നാ, നാം എന്ത് ചെയ്തു? ശരിക്കും പിന്നെ അവശേഷിപ്പിച്ചു, അതല്ലെങ്കിൽ ബാക്കിയാക്കി നിർത്തി. അലൈ, അദ്ദേഹത്തിന്റെ മേൽ, അഥവാ ഇല്യാസ് നബിയുടെ നന്മകളൊക്കെ ബാക്കിയാക്കി. ഫിൽ ആഖിരീൻ, ഇനി വരുന്ന പിൽക്കാലത്തുള്ള നബി, ഇന്നും ഖുർആൻ ഒന്നും പറയുന്നില്ലേ. അപ്പൊ ഇല്യാസ് നബി അടക്കമുള്ള വിശ്വാസികളെ പിന്നെന്ത് ചെയ്തു? അള്ളാഹു നന്നാക്കി, ബാക്കിയുള്ളവരെ നശിപ്പിച്ചു. അതുകൊണ്ട് സലാമുൻ, സലാം അല ഇല്യാസീൻ, ഇല്യാസ് മാത്രമല്ല ഇല്യാസിന്റെ കൂടെയുള്ള ഇല്യാസിന്റെ കൂടെയുള്ള എല്ലാവർക്കും അള്ളാഹുവിന്റെ എന്ത്? സമാധാനം. രക്ഷപ്പെടാനുള്ള കാരണം ഇഖ്ലാസ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞ ചുമ്മാ ആത്മാർത്ഥമാണ്. ഇഖ്ലാസിന്റെ ഒന്നാമത്തേത്
ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദാണ്. ഏറ്റവും വലിയ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇബാദത്ത് അള്ളാഹ്ക്ക് മാത്രാക്കുക, അതാണ് ഏറ്റവും വലിയ ഇഖ്ലാസ്. അതിൽ പാളിപ്പോയിട്ട് ബാക്കി എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അപ്പൊ നമ്മൾക്ക് അതാണ് വേണ്ടത്. പിന്നെ സ്വഭാവങ്ങളിൽ ഇഖ്ലാസ് വേണം. ചിരിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ടായിരിക്കണം, അല്ലേ? അതേപോലെ തന്നെ പറയുമ്പോൾ ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. സ്വഭാവങ്ങളിൽ, കർമ്മങ്ങളിൽ, നിസ്കാരമടക്കമുള്ള സുന്നത്ത് ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഏത് വിഷയത്തിലും അങ്ങനെ അവരുടെ മേലൊക്കെ സമാധാനം. അടുത്ത ആയത്ത് നിങ്ങൾക്ക് അറിയുന്നതാണ്, പഠിച്ചതാണ്. ഇന്ന കദാലിക് നജ്സിൽ മുഹ്സിനീൻ. ഇന്ന കദാലിക് തീർച്ചയായും അപ്രകാരമാണ് നജ്സി നാം കൂലി കൊടുക്കുന്നത്. ആർക്ക്? അൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്ന ആളുകൾക്ക് കൂലി കൊടുക്കുന്ന അപ്രകാരമാണ്. എല്ലാവരും കേൾക്കണില്ലേ? ഇഖ്ലാസും പിന്നെ ഇഹ്സാനെ കുറിച്ചാണ് പറഞ്ഞത്. ഏറ്റവും നന്നായി ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു തആല ഈ കൂലി തന്നെ കൊടുക്കും. ദുനിയാവ് തന്നെ മരിച്ചാലും ആളുകൾ അവരെ കുറിച്ച് നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം എന്താണെന്നറിയോ? ഇന്നഹു തീർച്ചയായും അദ്ദേഹം മിൻ ഇബാദിനൽ മുഅ്മിനീൻ, നമ്മുടെ ഈമാനുള്ള മുഅ്മിനീങ്ങളിൽപ്പെട്ട ഒരു അടിമയാകുന്നു അദ്ദേഹം. അപ്പോൾ ഇതുവരെ കഴിഞ്ഞ നബിമാരെ കുറിച്ചൊക്കെ അതാ പറഞ്ഞത്. എല്ലാ നബിമാരെ കുറിച്ചും അവർക്ക് ഈമാനുണ്ട്, ഇഖ്ലാസ് ഉണ്ട്. അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യുന്നു? ആ കൂലി കൊടുക്കുന്നു. അടുത്തായത് നമുക്ക് ഒന്ന് ചോദാം. وَإِنَّ لُوطًا لَمِنَ الْمُرْسَلِينَ إِذْ نَجَّيْنَاهُ وَأَهْلَهُ أَجْمَعِينَ إِلَّا عَجُوزًا فِي الْغَابِرِينَ ثُمَّ دَمَّرْنَا الْآخِرِينَ وَإِنَّكُمْ لَتَمُرُّونَ عَلَيْهِمْ مُصْبِحِينَ وَبِاللَّيْلِ أَفَلَا تَعْقِلُونَ ഇനി ലൂത്ത് നബിയെ കുറിച്ചാണ് പറയുന്നത്. അവിടെ ലൂത്തൻ എന്ന് കഴിഞ്ഞിട്ട് ലാ, അല്ലെ? തൻവീന് ശേഷം ലാം വന്നപ്പോ ലൂത്തല്ല എന്നാണ്. തജ്വീദ് ക്ലാസ്സിൽ പഠിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ലേ? ലൂത്തല്ല എന്ന് ഓതരുത്. എന്താ ഓതേണ്ടത്? ലൂത്തല്ല, ലൂത്തല്ല. ഓക്കെ, ഒന്ന് ഓതിയന്. ലൂത്ത് നബിയെ കുറിച്ചാ പറയുന്നത്. കേട്ടിട്ടില്ല ലൂത്ത് നബിയെ കുറിച്ച്? ഞാൻ ചോദിക്കുന്നത് ഈ സൈഡിൽ നിന്ന് പറഞ്ഞാൽ മതി. പിന്നെ ലൂത്ത് നബികൾ എന്തെങ്കിലും അറിയാം ഏതാണ് ആ സമുദായം എന്നുള്ളത്? ഞാനാ കേൾക്കണ്ടേ, നിങ്ങൾ തന്നെ കേൾക്കില്ല. എന്തായാലും ഒരു ചരിത്രം പറ. സ്വർഗരതിക്കാരായ ഒരു വിഭാഗം, അല്ലെ? ലൂത്ത്. നോക്ക്, ലൂത്ത് നബി അദ്ദേഹവും ലമിനൽ മുർസലീൻ, ആരായിരുന്നു? മുർസലുകളിൽ പെട്ടവൻ തന്നെയായിരുന്നു. ഇദ് നജ്ജൈന, നാം രക്ഷപ്പെടുത്തി, ഹു അദ്ദേഹത്തെ, വ അഹ്ലഹു അദ്ദേഹത്തിന്റെ കുടുംബത്തെയും, അജ്മഈൻ മുഴുവനായിട്ടും. കഥ തുടങ്ങി കഥ തീർന്നു രണ്ടായത്തിൽ, അല്ലെ? അള്ളാഹ് പക്ഷെ നമ്മളെ ചരിത്രം തീർത്ത് വായിച്ച പോലെ അള്ളാഹ് തരും. പല ഭാഗത്ത് ചിതറിക്കിടക്കുന്നതന്നെ. ലൂത്ത് നബി ഇതേപോലെ തന്നെയാണ്. പിന്നെ സഡോം ജനതയിലേക്ക് നിയോഗിക്കപ്പെട്ടു. അവര് നല്ല സ്ത്രീകളൊക്കെ ഉണ്ടായിട്ട് പോലും ആണിനെ തന്നെ പ്രാപിക്കാൻ തുടങ്ങി, പെണ്ണിനെ തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി? പ്രാപിക്കാൻ തുടങ്ങി. ഇന്ന് വലിയ പരിഷ്കരിച്ച പതിപ്പ എന്നുള്ളത് പഴകി പൊളിഞ്ഞതാണ്, അല്ലെ? അതിലേക്ക് എത്തുന്ന രീതി. അപ്പോൾ ഈ സംഭവം ഖുർആൻ ഫാഹിഷത്ത് എന്ന് ഉപയോഗിച്ചിട്ടുണ്ടാകുക ഈ പിന്നെ ഗേ സെക്സും ലെസ്ബിയൻസും ഒക്കെ ആയിരിക്കും കൂടുതൽ. വ്യഭിചാരാണ്, പക്ഷെ ഈ ഭാഷ അങ്ങേറ്റം വൃത്തികേടാണ്. അതുകൊണ്ട് ഇന്നും പാഠം ഉൾക്കൊള്ളുന്ന രീതിയിൽ ഫിലിസ്തീനിൽ തന്നെ ഈ സഡോം ജനതയ്ക്ക് പടച്ചോ കൊടുത്ത ഡെഡ് സീ എന്ന രീതിയിൽ ഇന്ന് പിക്നിക്കായിട്ട് ആൾക്ക് പോകുന്ന ആൾക്കാർ അള്ളാഹിന് ശിക്ഷ കിട്ടിയൊരു മണ്ണാണത്, അല്ലെ? ആ രീതിയിൽ അള്ളാഹു ഏറ്റവും താഴേക്കിടയിലേക്ക് അവരെ മാറ്റി. അവർ കൊടുത്ത ശിക്ഷയാണത്. ഈ നിലക്ക് ലൈംഗിക അരാജകത്വം ഒരു നാട്ടിലുണ്ടായപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ഒരു നാട്ടിൽ ഈ ലൈംഗിക വൃത്തി പിന്നെ വ്യാപകമായി കഴിഞ്ഞാൽ ആണും പെണ്ണും ഒക്കെ ആയിട്ടും മറ്റുള്ള ലൈംഗികതയാണ് കൂടുതലെങ്കിൽ ഇല്ല ഫശാഫിഹിം ത്വാഊൻ, അവിടെ പ്ലേഗ് പോലെയുള്ള പകർച്ചവ്യാധികളെ പടച്ചവൻ അയക്കാതിരിക്കൂല.
മുമ്പ് കഴിഞ്ഞ സമുദായങ്ങൾക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്ത രോഗങ്ങളും വേദനകളും പുതിയ പുതിയ വ്യാധികളും അള്ളാഹു ആ കൗമിന് കൊടുത്തുകൊണ്ടേയിരിക്കും. അത് ഉറപ്പാണ്. നമ്മളത് മുമ്പ് കേൾക്കാത്ത എത്രയോ രോഗങ്ങൾ ഇന്ന് മരുന്ന് പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത രീതിയിൽ ഇന്ന് ലോകത്ത് വ്യാപകമായി കൊണ്ടിരിക്കുന്നുണ്ട്. വ്യഭിചാരം അതിനെല്ലാ നിലയിലും ഇന്ന് ലൈസൻസ് ആണ്. അത് ചോദിക്കാൻ പാടില്ല, അല്ലെ? അവന്റെ അവകാശത്തിൽപ്പെട്ട രീതിയിൽ എല്ലാ തോന്നിവാസങ്ങളും അതിൻ്റെ ഭാഗത്തേക്ക് എത്തിക്കാനാണ് കുടുംബജീവിതം എന്നുള്ള സംവിധാനത്തെ തകർത്തിട്ട് തോന്നിയതുപോലെ പാറിപ്പറന്ന് നടക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാനാണ് എല്ലാവർക്കും. അതിന് ഡോക്ടർമാർ സപ്പോർട്ടുണ്ട്, മെഡിസിൻകാർ സപ്പോർട്ടുണ്ട്. കാരണം ലോകത്തെ ഏറ്റവും കൂടി വിറ്റഴിക്കുന്നത് തന്നെയാണ് സെക്സും ഡ്രഗ്സും അതേപോലെ മ്യൂസിക്കും അതേപോലെ തന്നെ കള്ളടക്കമുള്ള ഡ്രഗ്സ് അടക്കമുള്ള എല്ലാ ഭാഗവും. ഇതുകൊണ്ട് തന്നെയാണ് ലോകത്തെ ഏറ്റവും വലിയ ബിസിനസ്. ഇസ്ലാമിനെ എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിക്കുന്നതും ഇതെല്ലാത്തിലും ഇസ്ലാം എന്ത് ചെയ്യാണ്? എതിർ നിൽക്കുകയാണ്. അതുകൊണ്ട് ഡാൻസ് വരുമ്പോൾ മറ്റു വരുമ്പോൾ ഒക്കെ മുസ്ലിങ്ങൾ പ്രതികരിക്കുന്നത് കൊണ്ട് രണ്ട് കാര്യത്തിൽ അവർക്കുള്ളൂ. ഒന്ന്, ഇസ്ലാമിന്റെ ശിക്ഷയെക്കുറിച്ച് പറയും. നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കുകയാണെങ്കിൽ, നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഭാഗത്തേക്ക് എത്തരുത്. അതാ ഒന്നാമത് അവരോട് മതപരമായിട്ട് പറയും. അതിലെന്താ ഒന്നാം, വൃത്തികേടിലേക്ക് നിങ്ങൾ അടുക്കരുതേ, ചെയ്യരുതേ എന്നല്ല. വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുക്കരുതേ. കണ്ണിന്റെ നോട്ടം, കാതിന്റെ കേൾവി, നാവിന്റെ സംസാരം, അതേപോലെ തന്നെ കൈയിന്റെ സ്പർശനം, കാലിന്റെ നടന്നെടുക്കൽ, അവസാനം ലൈംഗികാവയം ഒന്നുകിൽ അത് പൂർത്തിയാക്കാൻ നിൽക്കും. പെണ്ണിനോട് പറഞ്ഞു, അല്ലെ, നിന്റെ സംസാരിക്കുമ്പോ നീ വാക്കുകൊണ്ട് എന്ത് ചെയ്യരുത്? കൊഞ്ചിക്കൊഴഞ്ഞ് സംസാരിക്കരുത്. ആവശ്യം കഴിഞ്ഞാൽ ആരാണെങ്കിലും സംസാരം കേട്ട് കഴിഞ്ഞാൽ വിഷയം പൂർത്തിയായി കഴിഞ്ഞു, മാന്യമായി സംസാരിച്ചെല്ലാം കഴിഞ്ഞു. പിന്നെയും പിന്നെ നിന്നോട് അരമണിക്കൂർ പിന്നെന്താ സുഖല്ലേ, ചായ കുടിച്ചോ, ചോറ് തിന്നോ, അല്ലെ, ഓന്റെ കെട്ടിയോളം ചോദിച്ചിട്ടുണ്ടാവൂല, എവിടെ ഫുഡ് കഴിക്കാറ്റോ എനിക്ക് നിർബന്ധം, ഇങ്ങനെ പോകും. അതിൽ നിന്ന് കൊടുക്കരുത്. പെണ്ണിനോട് പറയാൻ കാരണം എന്താണ്? അതിൽ അവസാനം ഒരാപത്ത് വരുന്നവർക്കായിരിക്കും. ആണിനോട് എന്ത് പറഞ്ഞു? നിങ്ങൾ ബസ് സ്റ്റോപ്പുകളിലും മറ്റുമൊക്കെ ഇയാക്കും വൽ ജുലൂസ ഫി തുർഖാത്ത്, വഴിയോരങ്ങളിൽ നിങ്ങൾ ഇരിക്കരുത്, ഒരിക്കലും ഇരിക്കരുത്. അനിവാര്യമായിട്ട് ഞങ്ങൾ ചിലപ്പോൾ ഇരിക്കേണ്ടി വരും റസൂൽ എന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ബസർ, കണ്ണ് താഴ്ത്തണം, റദ്ദുസ്സലാം, സലാം മടക്കണം. അങ്ങോട്ട് പോകുമ്പോൾ സലാം പറയും, ഒന്നല്ല ഇങ്ങോട്ട് വരും, സലാം വരും, മടക്കണം, പിന്നെയും പറയും. ഇതിങ്ങനെ കണ്ണ് താഴ്ത്തലാണ് ഒന്നാമത്തെ, അല്ലെ? ബസ് സ്റ്റോപ്പിലൊക്കെ ഇരുന്ന് ആ വഴിയോരങ്ങളിൽ ഇരുന്നിട്ട് പല അവിടത്ത് മറച്ചോറും മറക്കാത്തവരൊക്കെ പോകും. ആണും പെണ്ണും ആരിരുന്നാലും നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. രണ്ട് കൂട്ടരോടും ഖുർആൻ പറഞ്ഞു, പിന്നെ കണ്ണ് താഴ്ത്തണം. ആണിനോടും പറഞ്ഞു, പെണ്ണിനോടും പറഞ്ഞു, അല്ലെ? അതേപോലെ തന്നെ പെണ്ണിനോട് വസ്ത്രം ശരിയാക്കാൻ വേണ്ടി പറഞ്ഞു. ആണാകെ എന്ത് തന്നെ ലോകത്ത് ന്യായീകരണം പറഞ്ഞാലും, ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് പറഞ്ഞാലും, ഒരു പെണ്ണിന്റെ വസ്ത്രം കണ്ടാൽ, അതിന്റെ കളറ് കണ്ടാൽ, അതിന്റെ മുഴച്ച് മുന്തി നിൽക്കുന്നത് കണ്ടാൽ, പച്ച മരം കല്ലല്ലെങ്കിൽ ശരിക്കും ജീവനുള്ള ആണാണെങ്കിൽ അവൻ എന്ത് ചെയ്യും? തോന്നും, വൈകാരികത തോന്നും. പെണ്ണ് ചിലപ്പോൾ തോന്നൂല. അവരിപ്പോ സ്ത്രീകളെ ചിലപ്പോ ചാനലിൽ നിന്ന് ആത്മാർത്ഥത ചോദിക്കും, നിങ്ങളൊക്കെ മനസ്സ് ഇങ്ങനെയാണ്. ഓർക്ക് തോന്നുന്നില്ല, ഒരാണിങ്ങനെ ജീൻസ് വിട്ടു പോയായിരുന്നു. അവര് നന്നായി കെയറിങ് കൊടുക്കുന്നവരെ സംരക്ഷിക്കുന്നവരൊക്കെ ആയിരിക്കും ഓർക്ക് ഇഷ്ടം ഉണ്ടാകുക. ഇത് ആരെ കണ്ട 10 ആളെ കണ്ടാലും തോന്നും. അത് പ്രകൃതി അങ്ങനെയാ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇസ്ലാം ഒന്നാമതായിട്ട് നിങ്ങൾ ഈ ഭാഗത്തേക്ക് എത്തരുതെന്ന് ഉപദേശം കൊടുത്തു. രണ്ടാമത് അസാധ്യതയും അടച്ചു. അങ്ങനെ സംസാരിക്കല്ലേ, ആണും പെണ്ണും ഒറ്റക്കാകല്ലേ, ഒരുമിച്ച് ഒറ്റക്ക് ആരും ഇല്ലാതെ യാത്ര പോകല്ലേ, ആ സാധ്യത തന്നെ അടച്ചു. ഈ സാധ്യതയാണ് ഡാൻസുകളും ഗാനമേളകളും അത്തരം ക്ലബുകളും ഒക്കെ. അത് പറയുമ്പോ ഇത് സാധ്യത സത്യം എന്താ വിഷയം? മതപരമായിട്ടുള്ള വിഷയം തന്നെയാണ്. ഒന്ന്, അള്ളാഹെ സൂക്ഷിച്ചാൽ നിൽക്കണം. രണ്ടാമത്തത് സാധ്യതയാണ്. ഇവർ ഒരുമിക്കാനുള്ള ഈ തെറ്റ് ചെയ്യാനുള്ള അവസരത്തിലേക്ക് എന്ത് ചെയ്യരുത്? എത്തരുത്. എത്ര ഔറത്ത് മറച്ചാലും മഞ്ചേരി കണ്ടിട്ടില്ല, അറബി കോളേജ് വിട്ടുപോയ പർദ്ദ ഇട്ട പെണ്ണ അയൽക്കാരൻ ഓട്ടോ കയറ്റിയതാ, ചുമ്മാ വീട്ടിലേക്ക് ഒരു പിന്നെന്താ ഒരു വണ്ടി കൊടുത്ത് കേറിക്കോന്ന് പറഞ്ഞതാ. അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഷെയ്ത്താൻ അവളെ എടുത്തത്, അവളെ കൊന്നു. അല്ലേ, മുമ്പ് കണ്ടിട്ടില്ലേ? ചെറിയ LP സ്കൂൾ പഠിക്കുന്ന കുട്ടി പിന്നെ ഇന്റർവെല്ലിന് വെള്ളം കുടിക്കാൻ പോയപ്പോൾ പ്രായമേറിയ ഒരാൾ ആ കുട്ടിയെ ഉപയോഗിച്ചു കൊന്ന് കഷ്ണങ്ങളാക്കി തട്ടും പുറത്തേക്ക് വെച്ചു. എത്ര കഥകളുണ്ട്.
എത്രയുണ്ട്. ഇസ്ലാം അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണം, ചെയ്യരുത് എന്ന് പറഞ്ഞതിനേക്കാൾ അപ്പുറത്തേക്ക് ആ സാധ്യത അടക്കുന്നത് പറയുമ്പോഴാണ് ഇസ്ലാം പിന്നെ 6-ാം നൂറ്റാണ്ടാണ് 7-ാം നൂറ്റാണ്ടാണ് കൊള്ളാത്താണ് ഒക്കെ പറയും. കേൾക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളതല്ല. തീക്കട്ട കയ്യിൽ പിടിക്കുമ്പോൾ എങ്ങനെയുണ്ടാകുക? തീക്കട്ട കയ്യിൽ പിടിക്കുമ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കുന്ന അതേ പ്രയാസം ഇസ്ലാം അനുസരിച്ച് ജീവിക്കുമ്പോൾ വരും. ഉറപ്പാണ്, അത് ഉറപ്പ് തന്നെയാണ്. അന്നേരം നമ്മൾ ഓടി ഒളിക്കലല്ല, മറിച്ച് എന്താണ്, ആ തീക്കട്ട കയ്യിൽ പിടിക്കുമ്പോഴും അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കുമ്പോൾ അത്രയും കൂലിയ നമ്മൾക്ക് കിട്ടുക. അന്തിമ വിജയം ഇസ്ലാമിന് തന്നെയായിരിക്കും. നിങ്ങൾ എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിച്ചു കൊണ്ടേയിരിക്കുക. എന്താ പറയുന്നത്, ഓരോ ഡാൻസിന്റെ പേരൊന്നല്ല, അവർക്ക് 100 ചോദ്യമുണ്ട്. ഈ ചോദ്യങ്ങൾ വരും. ഇത് അവരല്ല തെറ്റ്. ഈ നിയമങ്ങൾ ഉണ്ടാക്കുന്നവരോ അത് പറയുന്നവരോ മറ്റു മതവിഭാഗത്തിൽപ്പെട്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്കൊന്നും തെറ്റില്ല. അവരെ കണ്ണിൽ ഇന്ന് സ്കൂളിൽ ഈ ഡാൻസ് ഇല്ല എങ്കിലും എല്ലാ മുസ്ലിം പേരുള്ള സംഘടനകളും ഒരു പ്രസംഗം കഴിഞ്ഞാൽ 10 ഡാൻസാണ്. നമ്മളെ മക്കളാ കളിക്കുന്നത് അല്ലേ? ഇവിടെ മറ്റു മതവിഭാഗത്തേക്ക് ഒരു കല്യാണത്തിൽ നിക്കാഹ് ബിസ്മില്ലാ ചൊല്ലി കിടക്കുന്ന നിക്കാഹ് 10 മിനിറ്റ് ഗാനമേളയിൽ തോന്നിയ ദിവസം മാപ്പിളാരാണ് അല്ലേ? അതേപോലെ നമ്മുടെ ഫാമിലി ടൂർ, നമ്മുടെ വീട്ടിലത്തെ കല്യാണത്തിൽ എത്ര ഗാനമേളകൾ, സംഘടനകളുടെ പ്രോഗ്രാമിൽ എത്ര ഗാനമേളകൾ, ഇങ്ങനെ ഓരോ സന്ദർഭത്തിൽ നമ്മുടെ വിനോദയാത്രകളിലൊക്കെ ഉണ്ട്. അപ്പോൾ ചിന്തിക്കുന്ന ഇതാണ്, ഇവിടെ ഒക്കെ മാപ്പിളാർക്കാണെങ്കിൽ സ്കൂൾ യൂണിഫോം ഇട്ട് കളിച്ചാൽ ഓരോരുത്തരും തെറ്റില്ല. ഓര് കാണുന്നത് ഇങ്ങനെയാണ്, തലമറക്കുന്ന വിഷയം എങ്ങനെയാണ്. എത്ര മുസ്ലിം മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ അല്ലേ അമുസ്ലിങ്ങളുടെ ആഘോഷങ്ങൾ നമ്മൾ എടുത്തിട്ട് ഇപ്പോൾ ഓർക്ക് ഉടുക്കാൻ ഡ്രസ്സില്ല, ഓർക്ക് കളിക്കാൻ ടൈമില്ല, പൂവ് കിട്ടുന്നില്ല അല്ലേ, വേദി കിട്ടുന്നില്ല, എല്ലാം കീഴടക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാന്റെ നമ്മുടെ വാക്കുകൾക്കൊരു വില ഉണ്ടാകില്ല. നിങ്ങൾ ചപ്പുചണ്ടി ചവറുകളാണെന്ന് റസൂലുള്ളാഹി പറയില്ലേ, അതുപോലെ ആയി തീരം ചെയ്തിട്ടുണ്ട്. ഞാൻ സാന്ദർഭികം വന്നപ്പോൾ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ലൂത്ത് നബിയുടെ കാലഘട്ടത്തിലുള്ള അതേ തെറ്റുകൾ ഇന്ന്, ലൈംഗിക അരാജകത്വം ഇന്ന്, കള്ളും പെണ്ണും ഒക്കെ ജാഹിലിയത്തിൽ ഉണ്ടായതിനേക്കാൾ അപ്പുറം ഇന്നും വന്നു. അള്ളാഹ് കൊടുത്ത ശിക്ഷ എന്തെന്നറിയോ? അദ്ദേഹത്തിന്റെയും കുടുംബത്തെയും രക്ഷപ്പെടുത്തി ഇല്ല അജൂസ, ആ കുടുംബത്തെ രക്ഷപ്പെടുത്തുമ്പോ ഒരു കളവിയെ ബാക്കി വെച്ചിട്ടുണ്ട്, ഒരു വൃദ്ധ സ്ത്രീയെ. ആ കളവിയെ വെച്ചത് പിന്തി നിൽക്കുന്നവരുടെ കൂട്ടത്തില. കളവി ഉദ്ദേശിക്കുന്നത് ലൂത്തിന്റെ ഭാര്യ. നരകക്കാർക്ക് 2 ഉദാഹരണമുണ്ട്. ആരൊക്കെയായിരുന്നു? നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഭാര്യ അല്ലെ. ഈ ശിക്ഷ കിട്ടുന്ന രക്ഷപ്പെടുന്ന സമയത്ത് ഇവരാളെ മാറ്റിവെച്ച്, കുടുംബത്തിന് ഇവരെ മാറ്റിവെച്ചിട്ട് മറ്റുള്ളവരെ നാം തകർത്ത് തരിപ്പണമാക്കി. അങ്ങനെ അവസാന ഭാഗത്തേക്ക് ഈ ലൂത്ത് നബിയുടെ ഭാര്യയും ശിക്ഷിക്കപ്പെട്ടു. ചില തഫ്സീറിലൊക്കെ കല്ലായി എന്ന് കാണാം. പിന്നെ കല്ലായി സ്ഥലമല്ല കേട്ടോ. ഇപ്പൊ ഫലസ്തീനിൽ ഒരു കല്ലിന്റെ വലിയ സ്തൂപമുണ്ട്. അതിനറിയപ്പെടുന്നത് പിന്നെ ലൂത്ത് നബിയുടെ ഭാര്യ ശിക്ഷ കിട്ടിയിട്ട് ഇങ്ങനെ കല്ലായതാണ് എന്നുള്ളതാണ്. അതൊരു ഒരു കഥ, അത്രയേ ഉള്ളൂ. ശിക്ഷ കിട്ടിയുടെ കൂട്ടത്തിൽ ഇവരൊന്നും ഉണ്ടായിരുന്നു. അപ്പോ ലൂത്ത് നബിക്ക് സ്വന്തം ഭാര്യയെ എന്തിലേക്ക് കിട്ടിയിട്ടില്ല? ഇസ്ലാമിലേക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾ നോക്കുക, ആ നാട്ടിൽ എല്ലാ തോന്നിവാസങ്ങളും ലൂത്ത് നബി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നല്ല പെണ്ണുങ്ങളൊക്കെ ഇവിടെ ഇല്ലേ കല്യാണം കഴിച്ച് ജീവിക്കാൻ, നിങ്ങൾ എന്തിനാ? അപ്പൊ അതിന് സപ്പോർട്ട് കൊടുക്കാൻ ആരാ വീട്ടിലുള്ളത്? ഭാര്യ ഉണ്ടാകും. ശിർക്കം, വിശ്വാസവും ഈ തോന്നിവാസങ്ങളും ഒക്കെ ആയിട്ട്. അതുകൊണ്ട് എല്ലാവരും നന്നാക്കും. അള്ളാഹുവിന്റെ വലിയൊരു തൗഫീഖാണ് എല്ലാവരെയും എന്തിലേക്ക് കിട്ടുക എന്നുള്ളത്, ഹിദായത്തിലേക്ക് കിട്ടുക. പ്രാർത്ഥനയിൽ നമ്മൾ എപ്പോഴും ഉൾപ്പെടുത്തണം, എല്ലാവരെയും ഹിദായത്തിലേക്ക് ആക്കി തരണേ എന്നുള്ളത്. അങ്ങനെ മറ്റുള്ളവരെ നാം എന്ത് ചെയ്തു? നശിപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് മക്കത്തെ പിന്നെ അറബികളോടാണ് ചോദിക്കുക, നിങ്ങൾ നടന്നു പോകുന്നില്ലേ ആ ഭാഗത്ത് കൂടെ? മുസ്ബിഹീൻ, രാവിലെയൊക്കെ നിങ്ങൾ നടന്നു പോകുന്നില്ലേ? വബില്ലൈലി, രാത്രിയിലും ഈ ഭാഗത്ത് കൂടെ. നിങ്ങൾ ഇത് ചിന്തിച്ചൂടെ? ഇപ്പോഴും ഖുർആൻ പറയലുണ്ട്, ഖുറൈശൊക്കെ പറഞ്ഞപ്പോ തണുപ്പ്, സ്വൈഫോ ചൂട്, തണുപ്പിൽ അല്ലെ ചൂടിൽ. ഈ ഒരു ഭാഗം സമയം യമൻ ഭാഗത്തേക്ക്, ഒരു ഭാഗം ഷാമിന്റെ ഇറാഖ്, ഇറാന്, പിന്നെ സിറിയ, അതൊക്കെ ആ ഭാഗം ഷാമിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ പോകും. ഈ യമൻ ഭാഗത്തേക്ക് പോകുമ്പോൾ
പലരും പിന്നെ നശിപ്പിക്കപ്പെട്ടത് കാണും. ആദടക്കമുള്ള വിഭാഗ ഈ യമനിന്റെയും ഒമാനിന്റെയും ഇടക്ക്, ഇതേപോലെ തന്നെ ഷാമിന്റെ ഭാഗത്തേക്കും മദീനയിൽ തബൂക്ക് വഴി പോകുമ്പോൾ സ്വാലിഹ് നബിയുടെ ജനത, പിന്നെ അങ്ങനത്തേക്ക് ലൂത്ത്, ആ എല്ലാ ശിക്ഷ കിട്ടിയ ഭാഗത്ത് കൂടെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ എന്താ നന്നാകുന്നില്ലേ, നിങ്ങൾ ചിന്തിക്കുന്നില്ല എന്നുള്ള ചോദിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ചിന്തിക്കണില്ലേ? നമ്മളോട് വന്ന് ചോദിക്കുക, നിങ്ങൾ ലൂത്ത് നബിയുടെ ചരിത്രം, സ്വാലിഹ് നബിയുടെ ജനതയ്ക്ക് കിട്ടിയ ശിക്ഷ, ലൂത്ത് നബിയുടെ സമുദായത്തിന് കിട്ടിയ ശിക്ഷ, ഇതൊക്കെ നിങ്ങൾ ഇന്ന് പണ്ടത്തെ പോലെ നിങ്ങൾ പെട്ടെന്ന് പോകുന്നു, കാണുന്നു, ഒക്കെ ചെയ്യുന്നു. അഫലാ തഅഖിൽ, നിങ്ങൾക്ക് എന്ത് ചെയ്തൂടെ, നന്നായിക്കൂടെ എന്ന് ചോദിക്കുകയാണ്.